ഓക്കെ ഗെയ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡിൽ ഒരു ഫാമൊക്കെ പണിതുണ്ടായിരുന്നു കേട്ടാ. രണ്ട് തരം ഫാം പണിതു. ഒരെണ്ണം വെജിറ്റബിൾ ഫാമും പിന്നെ ആനിമൽ ഫാമും. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ എനിക്ക് ആനിമൽസിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം ഈ ആനിമൽസ് ഒന്നും സ്പോൺ ആവുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ ഞാൻ എല്ലാ ആനിമൽസിനും കൊണ്ടുവന്നു. ഇന്ന് പിന്നെ ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡിൽ ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാൾ പണിയാൻ പോവാ. ഞാൻ പിന്നെ ഇവിടെ വില്ലേജേഴ്സിനൊക്കെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. 2 വില്ലേജേഴ്സ് ഉണ്ട്. നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യിക്കണം, എന്നിട്ട് കുറേ കുട്ടികളെ ഉണ്ടാക്കണം. ഇവിടെ പിന്നെ ഒരു ക്രീപ്പർ ഉണ്ട് കേട്ടാ. ഇതിനങ്ങ് കൊല്ലാം. എനിക്ക് ക്രീപ്പറിനെ തീരെ ഇഷ്ടമല്ല. ഓക്കെ, അതിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനമായിക്കാണ്. നമുക്ക് പിന്നെ ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാൾ പണിയണം. അത് നമുക്ക് ഇവിടെ ആയിട്ട് പണിയാം. ഇവിടെ ഞാൻ സ്ഥലമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടം പോലെ സ്ഥലം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത്തിരി വലിയൊരു ഹാളെ പണിയാൻ പോണേ. കാരണം നമുക്ക് ഇഷ്ടം പോലെ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു സംഭവം കാണാൻ പറ്റും. ഇത് സംഭവം വേറൊന്നുമല്ല, ഇതൊരു സ്റ്റോൺ ഫാമാ. കഴിഞ്ഞ വീഡിയോയില് ഞാനൊരു സ്റ്റോൺ ഫാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇരുന്നിട്ടേ സ്റ്റോണൊക്കെ മൈൻ ചെയ്യാം. ഇഷ്ടം പോലെ സ്റ്റോൺ മൈൻ ചെയ്യാൻ പറ്റും. നമുക്കിനി ഈ സ്റ്റോൺ കളക്ട് ചെയ്യണമെങ്കിൽ അടിയിലേക്ക് പോയാൽ മതി. അടിയിൽ ഞാൻ ടെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇവിടെ കുറച്ച് സ്റ്റോണൊക്കെ കാണാൻ പറ്റും. നമുക്ക് പിന്നെ വില്ലേജർ ട്രേഡിംഗ് ഹാൾ പണിയണ്ടേ. അതിനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോൺ ആവശ്യം വരും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്ന് ഈ സ്റ്റോണൊക്കെ മൈൻ ചെയ്യാം. നമുക്കിനി കുറച്ച് നേരം AFK നിൽക്കാം. ഒരു 10 മിനിറ്റ് നിൽക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ എത്ര സ്റ്റോൺ കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കാം. Meanwhile, ഓക്കെ ഗേയ്സ്, ഇവിടെ ഞാൻ കുറേ നേരം AFK നിന്നുട്ടാ. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ സ്റ്റോൺ കളക്ട് ചെയ്യണ്ടോ. 10 മിനിറ്റ് അല്ല, അതിൻ്റെ അപ്പുറം നിന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഇല്ലേ, എൻ്റെ കയ്യിൽ ഒരു പിക്കാക്സ് ഉണ്ടായിരുന്നു ഡയമണ്ടിൻ്റെ. അത് പൊളിഞ്ഞു പോയി. ഞാൻ പക്ഷേ അത് ശ്രദ്ധിച്ചില്ല. ഈ AFK നിന്ന സമയത്ത് ഞാനവിടെ മൊബൈലിൽ നോക്കി നിന്നു, അതുണ്ടായേ. ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ സ്റ്റോൺ കളക്ട് ചെയ്യണ്ടാവും. നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോൺ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്ര സ്റ്റോൺ മതിയാവും. ഇവിടെ ഇപ്പോൾ നേരം വെളുക്കുകയും ചെയ്തുട്ടാ. ഒരു രാത്രി കഴിഞ്ഞു പോയി. നമ്മളപ്പോൾ 20 മിനിറ്റ് നിന്നാ. മൈൻക്രാഫ്റ്റിലെ ഒരു ദിവസം 20 മിനിറ്റാന്ന് തോന്നുന്നുണ്ട്. നമ്മളപ്പോൾ 20 മിനിറ്റ് AFK നിന്ന്. വെറുതെ അല്ല എൻ്റെ പിക്കാക്സ് പൊളിയണേ. എൻ്റെ കയ്യിൽ പിന്നെ ഡയമണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കൊരു പുതിയ പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പുതിയ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. കാരണം നമുക്ക് സ്റ്റോൺ ബ്രിക്സിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ സ്റ്റോൺ ബ്രിക്സ് വെച്ചിട്ട് ആ വില്ലേജർ ട്രേഡിംഗ് ഹാൾ പണിയാൻ പോണേ. പക്ഷേ ഈ തറയിൽ ഞാൻ കോബിൾ സ്റ്റോണാണ് യൂസ് ചെയ്യണേ, അല്ലാണ്ട് സ്റ്റോൺ ബ്രിക്സ് യൂസ് ചെയ്യണില്ല. തറയിലപ്പോൾ നമുക്ക് തൽക്കാലം കോബിൾ സ്റ്റോൺ യൂസ് ചെയ്യാം. നമ്മൾ പിന്നെ ഒരു വലിയ വില്ലേജർ ട്രേഡിംഗ് ഹാളാണ് പണിയാൻ പോണേ. അത്യാവശ്യം വലിപ്പുണ്ടാവും. നമുക്കപ്പോൾ ആദ്യം ഈ തറയുടെ പണിയങ്ങ് തീർക്കാം. ഓക്കെ, ഇവിടെ അങ്ങനെ തറയുടെ പണി കഴിഞ്ഞേക്കാണ് കേട്ടാ. ഒരു മിനിറ്റ്, അവിടെ 2 ആൾക്കാർ നിൽക്കണ്ടല്ലോ. ഇതാ മറ്റേ വില്ലേജേഴ്സ് അല്ലേ? ഒരുത്തൻ്റെ തലയിലേ എന്തോ ഒരു ബാനർ പോലത്തെ സംഭവമുണ്ട്. അവനെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെയ്ഡ് നടക്കുന്ന പറയണേ. അവന്മാർ ഓടിപ്പോയല്ലോ. ഒരു മിനിറ്റ്, എനിക്ക് അവന്മാരെ അടിക്കണം. അതിനു മുൻപേ ഒരു മിൽക്കിൻ്റെ ബക്കറ്റ് കൈപ്പിടിക്കാം. കാരണം ആ ബാനറുള്ള ആളില്ലേ, അയാളെ അടിച്ചു കഴിഞ്ഞാൽ എന്തൊരു എഫക്റ്റ് കിട്ടും. അപ്പോഴാണ് ഈ വില്ലേജിൽ റെയ്ഡ് നടക്കുക. നമുക്കപ്പോൾ അവന്മാരെ പോയിട്ട് അടിക്കണം. മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എഫക്റ്റൊക്കെ പോവും. അന്നേരം ഇവിടെ റെയ്ഡ് നടക്കില്ല. ഇവന്മാർ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവരങ്ങ് അടിച്ചിടാം. ഞാനാണെങ്കിൽ ഒരു ആർമർ പോലും ഇട്ടിട്ടില്ല, എന്നിട്ട് ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോണേ. ഓക്കെ, ഒരുത്തനെ അടിച്ചിട്ടു.
രണ്ടാമത്തെ ആൾ എവിടെയാ? ആ, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? ആ, അതേ എവിടെ നിൽക്കണു. ഇങ്ങോട്ട് വാടാ. എങ്ങോട്ടേക്ക് ഓടിപ്പോണേ? ഇയാളെന്താ ചാവാത്തെ? ഓക്കെ, ഇയാളും കൂടി ചത്തു. ഏയ്, എനിക്ക് മറ്റേ എഫക്റ്റ് വന്നില്ലല്ലോ. എന്തൊരു എഫക്റ്റ് ഉണ്ട്. ഞാൻ പണ്ട് യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ കാണാറുണ്ട്. എനിക്ക് പക്ഷേ ആ എഫക്റ്റ് കിട്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ, തൽക്കാലം ഞാനേ റെയ്ഡ് നടത്താനുള്ള മൂഡിലല്ല. കാരണം ഞാനൊരു ആർമർ പോലും വിട്ടില്ല. അയണ്ട ആർമർ പോലും ഇല്ല. അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട. നമുക്കിനി ആ ട്രേഡിംഗ് ഹാളിൻ്റെ ബാക്കി പണി നോക്കാം. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മുടെ വില്ലേജ് ട്രേഡിംഗ് ഹാളില്ലേ, അതിൻ്റെ പണി എങ്ങനെ കഴിഞ്ഞേക്കാണ് കേട്ടാ. ഏകദേശം ഇതേപോലെ ഉണ്ടാവും നമ്മുടെ ട്രേഡിംഗ് ഹാള്. ഇത് പിന്നെ ഞാൻ സ്ഥിരം ചെയ്യാറുള്ള പോലത്തെ സെയിം ഡിസൈനാണ് കേട്ടാ. ഇനി എന്തെങ്കിലുമൊക്കെ പണിയൂലോ, അന്നേരം ഞാൻ ഡിസൈൻ മാറ്റാം. ഇവിടെ പിന്നെ 2 വില്ലേജസിനെ കൊണ്ടുവന്നുണ്ട്. ഇവരെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കണം, എന്നിട്ട് കുറേ കുട്ടികളെ ഉണ്ടാക്കണം. ഇതെന്തത്? ഇവർ ഡോറിൻ്റെ അടുത്തേക്കാണല്ലോ പോണേ. ഞാനിപ്പോൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പണിയാവും. ഇവർ പുറത്തേക്ക് ചാടും. എന്തപ്പോൾ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, നമുക്ക് സൈഡിൽ കൂടെ പോവാം. ഇവിടെ നമുക്ക് ചെറുതായിട്ട് പൊളിക്കാം. ആ, വലിയ സീനൊന്നുമില്ല. ഈ ബ്രിക്സ് നമുക്ക് ഇവിടെ വയ്ക്കാം. ലെറ്റ്സ് ഗോ. വില്ലേജേഴ്സ് പിന്നെ അതിൻ്റെ അകത്ത് ട്രാപ്പായിട്ട് ഇരുന്നോളും. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.